ചോദിക്കട്ടെ ഇവിടെ ഡോക്ടർ മുഹമ്മദ് റാഫി പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. ഈ പ്രൊമോഷനാണോ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നത്? ഇങ്ങനെ അങ്ങ് കയറിപ്പോകട്ടെ, ഇങ്ങനെ അങ്ങോട്ട് കത്തി കയറിപ്പോകട്ടെ, അപ്പോൾ തിയേറ്ററിലേക്ക് ആള് കയറും, കേരളമാണല്ലോ, അങ്ങനെ ഒരു ദുരുദ്ദേശമുണ്ടോ? എന്താണ് തോന്നുന്നത്? എന്നോടാണോ സായി കൃഷ്ണ ചോദ്യം? സായി കൃഷ്ണയോട് അല്ല ഇപ്പൊ ഉള്ളത്. ബിക്കോസ് ഇതില് പല രീതിയിലുള്ള സിനിമ PR ഇപ്പൊ ഉണ്ട്. സോ PR ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ നമുക്കത് കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഉണ്ടായൊരു വിവാദം നിങ്ങൾ ഇന്ന് മാത്രം കാണുന്ന ഒരു പാറ്റേൺ അല്ല. സംഘപരിവാറിൻ്റെ പാറ്റേൺ എന്താ? ഇവിടെ ഇറങ്ങുന്ന സിനിമകളിലെ അണ്ടർവെയറിൻ്റെ നിറം നോക്കിയിട്ട് അത് ബാൻ ചെയ്യാൻ നടക്കുന്നതാണ് സംഘപരിവാറിൻ്റെ പാറ്റേൺ. അതേ പാറ്റേണാണ് സംഘപരിവാർ ഇവിടെ എടുത്തു കൊടുക്കുന്നത്. ഇന്ന് ഇവർ പൃഥ്വിരാജിൻ്റെ നട്ടലിൻ്റെ അളവെടുക്കുന്നു. നാളെ അവർ ഈ പറഞ്ഞ പൃഥ്വിരാജ് അറേബ്യയിൽ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തു, അസർബൈജാന് പോയ സമയത്ത് ഇവരായിട്ട് കണക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ഇതേ സംഘപരിവാറിൻ്റെ എലമെൻറ്റുകൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ അൻവർ സിനിമയിൽ മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, തലയിൽ കൂടി ഒരു ചെക്ക് കളർ സാധനമായിട്ട് തോക്കും പിടിച്ച് വെക്കുന്നത്. അതൊക്കെ എടുത്തിട്ടാണ് ഇവന്മാർ ഈ ഇട്ട് കളിക്കുന്നത്. ഇനി നാളെ ഇവരെന്ത് ചെയ്യില്ല? ഇന്ന് ഈ പോസ്റ്റ് ഇട്ട ആളുകൾ നാളെ ചിലപ്പോൾ ഇങ്ങനെയും പോസ്റ്റ് ഇടും. ഈ പറഞ്ഞ പൃഥ്വിരാജ് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റവരെ കൊടുത്ത് അന്വേഷിപ്പിക്കണം, ആ അണ്ടർവെയർ വരെ അഴിച്ചു നോക്കണം എന്ന് ഇവന്മാർ പറയാതിരിക്കുമോ? ഒരു സിനിമയാണ്. ആ സിനിമയുടെ ഇതിൽ കാണാൻ പറ്റാതെ ഇവിടെ കടന്നിട്ട് ഇപ്പൊ താങ്ങി പിടിച്ചു കഴിഞ്ഞാൽ കുറെ കിട്ടും. ഒരു മാന്യതയില്ല. മിഥുൻ വിജയനെ RSSഉം BJPക്കും BJPന്റെ പേര് വന്നിരിക്കാൻ പറ്റുന്ന കാവി വേഷത്തിൽ കാവി കളറിലുള്ള സ്വിമ്മിംഗ് ഡ്രസ്സിൽ അഭിനയിച്ചപ്പോൾ ഇവിടെ ഈ രൂപത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രിൻറ്റു ദീപിക പദുക്കോണിനെതിരെ ഉയർത്തിയ വിവാദം ഓർമ്മയില്ലേ? ദീപിക പദുക്കോൺ ഇത്രയും അമാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു അന്തസ്സില്ലേ അദ്ദേഹത്തിന്റെ സംസ്കാരം പ്രകടിപ്പിക്കാൻ ഇടമാണ് ഈ ചാനൽ. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആളുകളുമായുള്ള ചർച്ചകൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. സാംസ്കാരിക ഔന്നിത്യമുണ്ട്, അതാണ് കേരളത്തിന്റെ മുഖമുദ്ര. മനസ്സിലായോ? മിഥുൻ വിജയനെ പോലുള്ളവര് അവര് നിരീക്ഷകർ, സാമൂഹ്യ നിരീക്ഷകർ എന്നുള്ളത് ഇപ്പൊ പലത് നിരീക്ഷകരായി. ഇതേപോലെ ഒരു മാന്യതയില്ലാതെ വന്നിരിക്കുന്ന ഒരു പാനലിസ്റ്റിനോട് തിരിച്ച് നീ ആരെന്ന് ചോദ്യം ചോദിക്കുന്ന ഇവനെ പോലുള്ളവർ ഉള്ള സ്ഥലത്ത് ഇത്ര മാന്യത കാണിക്കാൻ സായികൃഷ്ണന് പറ്റൂ. ഇതിലും കൂടുതൽ സായികൃഷ്ണന് പറ്റില്ല. മനസ്സിലായോ? വലത് നിരീക്ഷകൻ എന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ നിരീക്ഷകൻ എന്ന് വെച്ചിട്ടുള്ള ബോർഡ് കൊണ്ടാ വന്നിരുന്നത്. എന്തിനാ പറയാൻ പറ്റണം, കാണിക്കാൻ പറ്റണം. മനസ്സിലായോ? ഞാൻ വീട്ടിലേക്കും വെക്കാതിരിക്കും. അത് എന്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.